എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകളിലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഭൂരിഭാഗവും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. പക്ഷേ വളരെ കുറഞ്ഞ ഒരു ശതമാനം സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്. പൊതുവെ കോവേർട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കും സ്ത്രീകളിൽ കണ്ടുവരുന്നത്. കോവേർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്താണെന്നൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇതറിയാത്തവർ ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ പൊതുവെ കോവേർട്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു എൻറ്റൈറ്റിൽമെൻറ്റ്, ഒരു ഗ്രാൻഡിയോസിറ്റിയൊക്കെ, ഞാനെന്ന ഭാവം, ഒരു സുപ്പീരിയറിറ്റി പവറൊക്കെ ഇവർ പുറമേക്ക് അത്ര വലിയ രീതിയിൽ കാണിക്കില്ല. പക്ഷെ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷെ ഇവർ പതിയെ പതിയെ അതവർക്ക് പറ്റാവുന്ന ആൾക്കാരുടെ അടുത്ത് അവർ കാണിച്ചു തുടങ്ങും. ഒരു ഷൈ ആയിട്ടുള്ള ക്യാരക്ടറും കൂടിയൊക്കെ വരുന്നതാണ് കോവേർട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. കൂടാതെ തന്നെ ഇവരുടെ ടൈമും മണിയൊക്കെ ഇവർ ഒരു ചാരിറ്റി പോലുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനും ചെയ്യാൻ ആഗ്രഹിക്കും. കാരണം അതിലൂടെയും സ്വന്തം പേരും പ്രശസ്തിയൊക്കെ ഉയർത്തിയെടുക്കാനും ഇത്തരം സ്ത്രീകൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തരം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവരെപ്പോഴും സ്വന്തത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരും തന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരുമായിരിക്കും. തനിക്കൊരു തെറ്റ് പറ്റിയെന്ന് ഇവർ യാതൊരു കാരണവശാലും സമ്മതിച്ചു തരില്ല. ഇനി അഥവാ തെറ്റൊക്കെ പറ്റിയെന്ന് മറ്റൊരാൾ കണ്ടെത്തുകയാണെങ്കിൽ അതിസമർത്ഥമായിട്ട് സംസാരിച്ച് അത് ആരോപിക്കുന്ന ആളുടെ തന്നെ തലയിൽ വെച്ചു കൊടുക്കാൻ ഇവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ടായിരിക്കും. ഇവരെപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. പക്ഷേ അങ്ങനെയല്ല. തൻ്റെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിന് അത് വാങ്ങിച്ചു തരാനുള്ള സാമ്പത്തികമില്ലാത്തൊരവസ്ഥയിൽ പോലും അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ വളരെയധികം ആഗ്രഹിക്കും. അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന്, ഏത് രീതിയിലും അത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും. അത് അങ്ങനെ ചെയ്യുന്നതിനോട് അത് ചെയ്ത് തരികയാണെങ്കിൽ തന്നെ അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡൊന്നും ഉണ്ടാവില്ല. അത് തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു രീതിയിലാണ് ഇവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം. ചെറിയ പ്രശ്നങ്ങൾ തന്നെ ലൈഫിൽ വന്നാലും ഇവരതിനെയെല്ലാം വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് തന്നെ കൂടെ കഴിയുന്ന ഒരാൾക്ക് ലൈഫിൽ ഫുൾ ടൈം പ്രശ്നങ്ങളാണ് എന്നൊരു ഫീലായിരിക്കും ഉണ്ടാവുക. ഇവരുടെ ഒരു അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു പാസീവായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയറാണ് ഇവർ കാണിക്കുക. പൊതുവെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള പുരുഷന്മാർ ഒരു ഫിസിക്കലായിട്ട് അഗ്രഷൻ കാണിക്കുമെങ്കിലും ഇവർ വളരെ പാസീവായിട്ട് വേറെ കാണിക്കുന്നവരായിരിക്കും സ്ത്രീകൾ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ ബ്ലെയിം ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുണ്ടാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ പെട്ടെന്ന് കരയാനും അല്ലെങ്കിലും എനിക്കിങ്ങനെയാണ്, എനിക്ക് പണ്ടും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ വിദ്യയാണിതിങ്ങനെ, നിങ്ങൾ എന്നെ സഹായിക്കാത്തത് കൊണ്ടൊന്നുമല്ല, നിങ്ങൾ മാക്സിമം സഹായിച്ചല്ലോ, പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ കഴിയുള്ളൂ എന്ന രീതിയിൽ സ്വന്തത്തെ തന്നെ ഇവർ ബ്ലെയിം ചെയ്തുകൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിച്ച് ആ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും വിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. ഇവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഓവറായിട്ട് ശ്രദ്ധിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ടൈമും മണിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവരുടെ യുണീക്കായിട്ടുള്ള സാധനങ്ങളായിരിക്കണം തൻ്റെ അടുത്ത് ഉണ്ടാവുക. ഇപ്പോൾ ഡ്രസ്സായാലും അത് ഒരു വൺ ടൈം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് ഒക്കെ ധരിക്കുക. എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് തൻ്റെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ ഇവർ അസ്വസ്ഥരാകുക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. വളരെ മറ്റുള്ളവരെ ഒരു അട്രാക്റ്റീവ് ആക്കി തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പൊസിഷൻസൊക്കെ അവർ വഹിക്കുന്നുണ്ടവരായിരിക്കും. പക്ഷേ ഇവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ, എനിക്ക്, എൻ്റെ എന്നുള്ള 3 കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ വരുമ്പോൾ പോലും താൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടൊക്കെ ഹേർട്ട് ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുണ്ടാവില്ല. വളരെ നല്ല രീതിയിൽ തന്നെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനും സംസാരിച്ച് നല്ല രീതിയിൽ തൻ്റെ വശത്തേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ കഴിവുള്ളവരായിരിക്കും. ഇപ്പോൾ തൻ്റെ ചുറ്റുമുള്ളവർ, ഹസ്ബൻഡ്, തൻ്റെ കുട്ടികളൊക്കെ തന്നോട്
ഇവരല്ലാതെ മറ്റൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റാരെയും കൂടുതൽ പരിഗണിക്കുന്നതൊന്നും ഇവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയത്തിമാരോടൊക്കെ സംസാരിക്കണം, അതൊക്കെ ഇവരെ അസ്വസ്ഥരാക്കും. അല്ലെങ്കിൽ തൻ്റെ മക്കൾ തന്നെക്കാളും നല്ല രീതിയിൽ മക്കളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും ഇവർ അസ്വസ്ഥരായിരിക്കും. അപ്പോൾ പതിയെ പതിയെ അവർ മറ്റ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ബന്ധങ്ങളൊക്കെ വിട്ട് ഇവരുടെ ഒരു ലോകത്തിലേക്ക് മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവരുടെ ഒരു കൺട്രോളിൽ വരുന്ന രീതിയിലേക്ക് ഇവർ മാറ്റിയെടുക്കും പതുക്കെ പതുക്കെ. ഇപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് തന്നെ മറ്റുള്ളവരോട് ഗോസിപ്പുകളൊക്കെ പറയും. പക്ഷെ അവർ തിരിച്ച് ഹസ്ബൻഡിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറയുകയാണെങ്കിൽ അത് ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറയുകയും ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു നല്ല പിള്ള ചമയുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ്. മറ്റുള്ളവരുടെ അടുത്ത് വളരെയധികം ഒരു ജലസോട് കൂടി അത് സ്വന്തം പാർട്ട്ണറായാലും ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുകയും താൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ ഏത് രീതിയിലും അത് ഒരു പക്ഷേ ഒരുപാട് ദിവസം മിണ്ടാതിരുന്നിട്ടോ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടോ ഒക്കെ തൻ്റെ കാര്യം സാധിച്ചെടുക്കാൻ ഇവർക്ക് പ്രത്യേകം കഴിയും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തന്നെ വിമർശിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ തെറ്റുകളെ പറയുന്നവരെയൊക്കെ ഇവർ വളരെയധികം മോശമായിട്ട് കാണുകയും അവരുമായിട്ടുള്ള റിലേഷൻ പതിയെ പതിയെ കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ ലോങ് റണ്ണിലേക്ക് നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും കൂടെയുള്ളവർ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇവർ വളരെയധികം ജലസ് ഉള്ള ആൾക്കാരായിരിക്കും. തനിക്കുള്ള ഒരു കാര്യം മറ്റുള്ളവർക്കുണ്ട് അല്ലെങ്കിൽ തന്നെക്കാളും ഉയർന്ന രീതിയിൽ മറ്റൊരാൾ പോകുന്നുണ്ട്, അത് തൻ്റെ ഹസ്ബൻഡായാൽ പോലും പാർട്ട്ണറായാൽ പോലും അത് ഇവരെ വളരെ രീതിയിൽ ഒരു ഡിസ്റ്റർബ്ഡ് ആക്കുകയും ഇവർ മൂഡിയായിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എങ്കിൽ ഇവർ എന്തെങ്കിലും രീതിയിൽ അത് ഒരു പക്ഷേ ഒരുപാട് ദിവസം മിണ്ടാതിരുന്നിട്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ തൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടാവാം ഒക്കെ കാര്യങ്ങൾ ഇവർ സാധിച്ചെടുക്കും. ഇനി ഇത്തരക്കാർ തന്നോട് എപ്പോഴും വിധേയത്വമുള്ളവരും തന്നെ ബഹുമാനിക്കുന്നു എന്ന് തോന്നുന്നവരോടൊക്കെ കൂട്ടുകൂടാനാണ് ഇവർ ആഗ്രഹിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ തുടക്കകാലത്ത് ഈ ഒരു സ്ത്രീയുടെ പെരുമാറ്റം അത് വളരെയധികം കമ്മിറ്റഡ് ആണെന്ന് തോന്നിക്കുകയും ഇത്തരം ഇതുപോലെ ഒരു പാർട്ട്ണറെ കിട്ടിയത് തൻ്റെ ലക്കാണ് എന്ന രീതിയിലൊക്കെ ഒരു പുരുഷന് തോന്നുകയും എന്നാൽ പതിയെ പതിയെ വരുമ്പോൾ താൻ ഒരു ട്രാപ്പിലേക്ക് അകപ്പെട്ടു പോയോ, തൻ്റെ സ്വാതന്ത്ര്യം കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ തനിക്ക് എന്ത് സംഭവിക്കുന്നു, പണ്ടത്തെ പോലെ ഒരു സന്തോഷം തനിക്കില്ലല്ലോ എന്ന രീതിയിലൊക്കെ പതിയെ പതിയെയാണ് ഇയാൾക്ക് ബോധ്യപ്പെട്ട് വരിക. ഒരുപക്ഷെ അപ്പോഴേക്കും ആളുടെ ഒരു പല രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ അടക്കി ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ അത് നമ്മുടെ കൂടെയുള്ള മദറിലോ ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിരിക്കാം. ഇത്തരം ഒരു സ്വഭാവങ്ങൾ ഇപ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എല്ലാവരിലും ഉണ്ട്. പക്ഷേ അത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിലൊരു പക്ഷേ കൂടെയുള്ളവർക്ക് വളരെ വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പെർട്ടിന് കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ പ്രിവെൻഷൻസ് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. അതുവരേക്കും ബൈ, താങ്ക് യു.